സെക്കൻഡ് സെഷനിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എന്ത് പറയുക, ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അപ്പോൾ ട്രയൽ ബാലൻസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ട് അക്കൗണ്ടാണ്, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്താണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വഴി നോക്കാം. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇതിനെ വിളിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം തന്നെ നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ് ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് അസർട്ടൈൻ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്? ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്, പർച്ചേസിങ്, സെല്ലിങ്, ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് എന്ന് പറയുക അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റി എന്താ, വാങ്ങുക വിൽക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, വാങ്ങുക, റോ മെറ്റീരിയൽസൊക്കെ വിൽക്കുക അല്ലേ, ഫിനിഷ് ഗുഡ്സ് ആക്കി. അപ്പോൾ ബേസിക് ഓപ്പറേഷണൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, പർച്ചേസിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഈ ആക്ടിവിറ്റീസിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ബിസിനസ്സിന് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ റിസൾട്ട് ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്തതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉണ്ടെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസുകളും ആഡ് ചെയ്ത് ആ എമൗണ്ടിനേക്കാൾ കൂടുതലാണ് സെയിൽസ് ഫിഗർ എങ്കിൽ ബിസിനസ് ഗ്രോസ് പ്രോഫിറ്റിലാണ്. അല്ല, പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്ത് കഴിയുമ്പോൾ സെയിൽസ് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഗ്രോസ് ലോസിലാണ്, നഷ്ടത്തിലാണ്. ഇത് കാണാനൊരു ഫോർമുല ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയണം നെറ്റ് സെയിൽസ് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ടോട്ടൽ സെയിൽസ് മൈനസ് ആ പെർട്ടിക്കുലർ പീരീഡിലെ സെയിൽസ് റിട്ടേൺ. കമ്പനി അല്ലെങ്കിൽ ബിസിനസ് വിറ്റ സാധനങ്ങൾ എന്തെങ്കിലും തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. സപ്പോസ് 1000 രൂപയുടെ സെയിൽ നടന്നു, അതിൽ 200 രൂപയുടെ ചീത്ത ഗുഡ്സ് ആയിരുന്നു, അപ്പോൾ കസ്റ്റമേഴ്സ് തിരിച്ചേൽപ്പിച്ചു, സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ 1000 മൈനസ് 200, 800 രൂപയുടെ സെയിൽസേ നടന്നിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നടന്ന ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, നെറ്റ് പർച്ചേസസ് ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. ഇതിൻ്റെ മൂന്നിൻ്റെയും ടോട്ടലിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നമുക്ക് ഇതുപോലെ തന്നെ നെറ്റ് പർച്ചേസസ് എന്താണെന്ന് അറിയണം അല്ലേ. നെറ്റ് പർച്ചേസസ് നെറ്റ് സെയിൽസ് പോലെ തന്നെ ടോട്ടൽ പർച്ചേസസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസസ് കിട്ടും. സപ്പോസ് നമ്മൾ സപ്ലയറുടെ നിന്ന് ഗുഡ്സ് മേടിച്ചു, അത് ചീത്ത ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ടോട്ടൽ പർച്ചേസ് ചെയ്ത സാധനത്തിൽ നിന്ന് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് തിരിച്ചു കൊടുത്താൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിലെ നെറ്റ് പർച്ചേസ് കിട്ടും. അപ്പോൾ നെറ്റ് പർച്ചേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഗ്രോസ് പ്രോഫിറ്റ് കാണാം. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ
ഗ്രോസ് ലോസ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടും നോർമൽ അക്കൗണ്ട് പോലെ തന്നെയാണ്. രണ്ട് സൈഡ് ഉണ്ട്. ഒരു സൈഡ് ഡെബിറ്റ് സൈഡ്, ഒരു സൈഡ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് എപ്പോഴും നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ടത്? ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. പിന്നെ പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ്, അതായത് നെറ്റ് പർച്ചേസസ് വരും. ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന കാര്യങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺസ്, കൂടാതെ ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കീഴിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? വേജസ് വരുന്നുണ്ട്, ക്യാരേജ് ഇൻവേർട്സ് വരുന്നുണ്ട്, ഫ്യൂവൽ, പവർ, വാട്ടർ, ഗ്യാസ് എല്ലാം വരുന്നുണ്ട്. ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ് വരുന്നുണ്ട്, ഡോക്ക് ചാർജസ് വരുന്നുണ്ട്, ഫാക്ടറി ലൈറ്റിംഗ് വരുന്നുണ്ട്, ഡ്യൂട്ടി ഓൺ പർച്ചേസസ് വരുന്നുണ്ട്, ഒക്ട്രോയ്, റോയൽറ്റി, കൺസ്യൂമർ സ്റ്റോഴ്സ് എല്ലാം കൂടി ചേരുന്നതാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞായിരിക്കില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരിക. ഓരോ ഐറ്റംസ് ആയിരിക്കും. വേജസ് ആയിരിക്കും ചിലപ്പോൾ തരിക, ചിലപ്പോൾ ക്യാരേജ് ഇൻവേർട്സ് ആയിരിക്കും തരിക, ചിലപ്പോൾ വാട്ടർ അല്ലെങ്കിൽ പവർ ആയിരിക്കും തരിക, ലൈറ്റിംഗ് ആയിരിക്കും തരിക. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എവിടെ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇത് എൻ്റർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 3 കാര്യങ്ങളാണ് വരിക: ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺ, കൂടാതെ ഡയറക്റ്റ് എക്സ്പെൻസസ്. അത് ഇതിൽ ഏതെങ്കിലും ആയിട്ട് വരും. ഓക്കെ. ഇനി ക്രെഡിറ്റ് സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കേണ്ട കാര്യം ഇവിടെ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അതായത് നെറ്റ് സെയിൽസ് എടുക്കണം, കൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക്. 2 കാര്യങ്ങൾ എടുത്താൽ മതി. സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, അതായത് നെറ്റ് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ചില സമയങ്ങളിൽ അബ്നോർമൽ ലോസ് വരും, അതും എടുക്കേണ്ടി വരും. ഓക്കെ. ഇനി അഡ്ജസ്റ്റഡ് പർച്ചേസസ്. ചില സമയത്ത് ട്രയൽ ബാലൻസിൽ പർച്ചേസസിന് പകരം അഡ്ജസ്റ്റഡ് പർച്ചേസസ് എന്നായിരിക്കും കിടക്കുക. ട്രയൽ ബാലൻസിൽ പർച്ചേസിന് പകരം അഡ്ജസ്റ്റഡ് പർച്ചേസസ് എന്നായിരിക്കും കിടക്കുക. അങ്ങനെയാണെങ്കിൽ നോർമലി നമ്മളുടെ ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും തരിക. ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് ബാലൻസുകളാണ് വരിക. പക്ഷേ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ മാത്രം ട്രയൽ ബാലൻസിൽ എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്കാണ് തരിക. പക്ഷേ ട്രയൽ ബാലൻസിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്നാണ് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല, ക്ലോസിംഗ് സ്റ്റോക്കും ട്രയൽ ബാലൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ തന്നേക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അഡ്ജസ്റ്റഡ് പർച്ചേസ് നിങ്ങൾ എവിടെ എടുക്കും? നോർമലി എടുക്കുന്ന പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഡ്ജസ്റ്റഡ് പർച്ചേസസ് എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട. നമ്മളിവിടെ പറഞ്ഞു ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണമെന്ന്. അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് തന്നെയെന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട. ഇത് അവിടെ മാത്രം എടുത്താൽ മതി. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്: നെറ്റ് പർച്ചേസസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റഡ് പർച്ചേസസ് കിട്ടും. ഓക്കെ. ഇതാണ് ഫോർമാറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ് എൻഡിങ് ഓൺ, ഏത് പീരീഡാണെന്ന് വെച്ചാൽ 31 മാർച്ച് 2021 ആണെങ്കിൽ ആ പീരീഡ് ഏത് പീരീഡാണെന്ന് വരുന്നത് അത് എഴുതുക. ഡെബിറ്റ് സൈഡ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് അതെവിടെയാണ്? ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് രണ്ട് സൈഡിലും പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്. പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ടു പർച്ചേസസ് ലെസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺസ് ആണ്, പുറത്തേക്ക് പോകുന്നതാണ്. ഗുഡ്സ് നമ്മൾ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കുക, പുറത്തേക്ക് പോവുക. അപ്പോൾ പർച്ചേസസ് മൈനസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺസിന് പറയുന്ന വേറൊരു പേരാണ്. അപ്പോൾ ടു പർച്ചേസസ് ലെസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്, നെറ്റ് പർച്ചേസ് ഔട്ട്സൈഡ് കോളത്തിൽ എഴുതുക. കൂടാതെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. വേജസ് ആൻഡ് സാലറീസ്, ഫ്രൈറ്റ്, ക്യാരിയേജ്, കാർട്ടേജ് എല്ലാം എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർട്സ്, അതായത് സെയിൽസ് റിട്ടേൺസ്. നെറ്റ് സെയിൽസ് എടുത്ത് എഴുതുക, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതുക. അബ്നോർമൽ ലോസ് ഓഫ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം എഴുതുക. വേറെ അബ്നോർമൽ ലോസ് ഒന്നും എഴുതാൻ പാടില്ല. സ്റ്റോക്കിൽ എന്തെങ്കിലും അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് മാത്രം എഴുതും. ഇനി ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ടോട്ടൽ കോളത്തിൽ ഇടുക. ഇപ്പുറത്തെ സൈഡിൽ ടോട്ടൽ കോളത്തിൽ ഇടുക. ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡാണ് കൂടുതൽ എന്നർത്ഥം. അപ്പോൾ ഈ സൈഡിൻ്റെ ടോട്ടൽ ചെയ്ത് എമൗണ്ട് കോളത്തിലിടുക. അതിൽ നിന്ന് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും അബ്നോർമൽ ലോസും കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ലോസ് കിട്ടും. നഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടലാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസും. എയ്തർ ഗ്രോസ് പ്രോഫിറ്റ്
ഓർ ഗ്രോസ് ലോസ്, രണ്ടും ഒരുമിച്ച് വരില്ല. ഇത് നിങ്ങൾക്ക് ഫോർമാറ്റ് തന്നേക്കുന്നതുകൊണ്ട് മാത്രം തന്നേക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലാണ്, ഇത്രയും സാധനങ്ങളുടെ ടോട്ടലാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ല ഇത്രയും സാധനങ്ങളുടെ ടോട്ടലാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കാം. പ്രിപ്പയർ എ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് മെസേഴ്സ് അഞ്ജലി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ വിത്ത് റിലേഷൻ ടു 2005-06 ഫിനാൻഷ്യൽ ഇയർ. കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അഞ്ജലി ട്രേഡിംഗ് കമ്പനിയുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോർമാറ്റ് വരയ്ക്കാം. ഫോർമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 2005-06. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റിനായിരിക്കും. അപ്പോൾ 31st March ആ ഡേറ്റ് എഴുതുക കേട്ടോ. അവിടെ ഒരു ഇല്ലസ്ട്രേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡ് എഴുതുക, ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ഉണ്ട്. പർച്ചേസസ് ഉണ്ട്. പർച്ചേസിൽ നിന്ന് നമുക്ക് പർച്ചേസ് റിട്ടേൺസ് കുറയ്ക്കണം. പിന്നെ ക്യാരേജ് ഉണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ട്, ക്യാരേജ് ഓൺ സെയിൽസ് ഉണ്ട്, ഫാക്ടറി റെൻ്റ് ഉണ്ട്, ഓഫീസ് റെൻ്റ് ഉണ്ട്, ഡോക്ക് ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ഉണ്ട്, ഫ്രൈറ്റ് ആൻഡ് ഒക്ട്രോയ് ഉണ്ട്, കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000. ഇനി നെറ്റ് പർച്ചേസസ്, പർച്ചേസ് എത്ര? 3 lakh മൈനസ് പർച്ചേസ് റിട്ടേൺ 18,000. അപ്പോൾ ടു പർച്ചേസസ് 3 lakh ഇന്നർ കോളത്തിൽ എഴുതുക, ലെസ് പർച്ചേസ് റിട്ടേൺ 18,000, ഔട്ട് സൈഡ് കോളത്തിൽ 2,82,000. അതാണ് നെറ്റ് പർച്ചേസസ്. ഇനി ക്യാരേജ് ഓൺ പർച്ചേസസ് 12,000. ബട്ട് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടു ക്യാരേജ് ഓൺ പർച്ചേസസ് 12,000. ക്യാരേജ് ഓൺ സെയിൽസ്, സെയിൽസ് അതായത് ട്രേഡിംഗ് കമ്പനി വിറ്റ സാധനങ്ങളുടെ ക്യാരേജ്. അതായത് സപ്പോസ് ഒരു ഫ്രിഡ്ജ് ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനിയാണെങ്കിൽ ഫ്രിഡ്ജ് കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എടുക്കും അല്ലേ, അതിനെയാണ് ഈ ക്യാരേജ് എന്ന് പറയാം. അപ്പോൾ സെയിൽസിന് വരുന്ന ക്യാരേജ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലല്ല, P&L-ലാണ് എടുക്കേണ്ടത്. ഇവിടെ ക്യാരേജ് ഓൺ പർച്ചേസസ് 12,000, അത് മാത്രം എടുത്താൽ മതി. ക്യാരേജ് ഓൺ പർച്ചേസസ് 12,000. ഇനി ഫാക്ടറി റെൻറ്റ്, ഇവിടെ ഫാക്ടറി റെൻറ്റ് എത്രയാണ്? 18,000. ഫാക്ടറി റെൻറ്റ് എടുത്ത് എഴുതുക 18,000. പിന്നെ നോക്കാനുള്ളത് ഓഫീസ് റെൻറ്റ്. ഓഫീസ് റെൻറ്റും ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതല്ല, അത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. അത് P&L അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 2 അക്കൗണ്ടാണ്, പക്ഷേ നമ്മൾ കമ്പൈൻ ചെയ്താണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓഫീസ് റെൻറ്റ് P&L-ലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ക്യാരേജ് ഓൺ സെയിൽസും. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? ഫാക്ടറി റെൻറ്റ് 18,000. ഡോക്ക് ആൻഡ് ക്ലിയറിംഗ് ചാർജസ് 48,000. ഡോക്ക് ആൻഡ് ക്ലിയറിംഗ് ചാർജസ് 48,000, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. പിന്നെ ടു ഫ്രൈറ്റ് ആൻഡ് ഒക്ട്രോയ് 6,500. ഫ്രൈറ്റ് ആൻഡ് ഒക്ട്രോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ ഗുഡ്സ് വരുന്നതിനാണ്, അതിൻ്റെ ചാർജായിട്ട് കൊടുക്കുന്നതിനാണ് ഫ്രൈറ്റ് എന്ന് പറയുക, ഫ്രൈറ്റ് ചാർജസ്. ഡോക്കൊക്കെ പോർട്ടിൽ ഷിപ്പിംഗ് പോർട്ടിൽ കൊടുക്കേണ്ട ഫീസാണ്, ക്ലിയറിംഗ് ചാർജസ് ആണ്. അതുകൊണ്ടാണ് ഡോക്ക് ആൻഡ് ക്ലിയറിംഗ് ചാർജസ് വന്നേക്കുന്നത്, ഫ്രൈറ്റ് ആൻഡ് ഒക്ട്രോയ് ഒക്കെ വന്നേക്കുന്നത്. അതൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഫ്യൂവൽ, പവർ, ഗ്യാസ് ഒക്കെ, കോൾ, ഗ്യാസ്, വാട്ടർ, അതൊക്കെ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഡെബിറ്റ് സൈഡ് ഐറ്റംസ് എല്ലാം തീർന്നു. ഇനി ക്രെഡിറ്റ് സൈഡ് ഐറ്റംസിൽ എന്തൊക്കെയുള്ളത്? ബൈ സെയിൽസ് 7,50,000. അതിൻ്റെ കൂടെ സെയിൽസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ 7,50,000 മൈനസ് 30,000. ബൈ സെയിൽസ് 7,50,000 ലെസ് സെയിൽസ് റിട്ടേൺ 30,000, 7,20,000. വേറെ ഇവിടെ നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക 7,20,000. നിങ്ങൾ ഡെബിറ്റ് സൈഡ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ 7,20,000 താഴെയാണെങ്കിൽ ഇവിടെയും ടോട്ടൽ 7,20,000 തന്നെ എഴുതുക. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതുക, ടോട്ടൽ കോളത്തിൽ. എന്നിട്ട് സെയിൽസിൽ നിന്ന് റിട്ടേൺ ചെയ്ത് ബൈ ഗ്രോസ് ലോസ് എന്ന് എഴുതുക. ഇവിടെ 7,20,000, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ 7,20,000 രണ്ട് ടോട്ടൽ കോളത്തിൽ എടുത്ത് എഴുതുക. ആ 7,20,000 നിന്ന് 60,000 ലെസ് ചെയ്യുക. നെറ്റ് പർച്ചേസസ് 2,82,000 ലെസ് ചെയ്യുക, 12,000 ലെസ് ചെയ്യുക, 18,000 ലെസ് ചെയ്യുക. അങ്ങനെ ഓരോ ഡയറക്റ്റ് എക്സ്പെൻസും ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് ഗ്രോസ് പ്രോഫിറ്റ്. എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ്? 2,83,500. ഇങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ നോക്കുക, ഫോർമാറ്റ് കാണാതെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.